എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്മോളായിട്ടുള്ള ഒരു ബാഗാണ് നമ്മളിന്ന് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബാഗൊക്കെ തയ്ച്ചു കൊടുക്കണം. അതുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോൾ വീട്ടിൽ മിഷനുള്ളവർ നമുക്ക് ഈ ബാഗ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഒരു സാരി തുണി കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഈ സാരി തുണി എന്തോ ഞാൻ തയ്ച്ചതിൻ്റെ ബാലൻസ് ഒരു സാരി തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ സ്റ്റിഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റിഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര ഇഞ്ച് നീളം എത്ര ഇഞ്ച് വീതിയിലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിഫിൻ്റെ നീളവും വീതിയും 12 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കുഞ്ഞൊരു പീസ് സ്റ്റിഫ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബാഗൊക്കെ ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് വരുന്നതാണ്. അതിൻ്റെ 8 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗം കുറച്ച് ഇങ്ങനെ റൗണ്ട് പോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നമുക്കിനി ഈ സാരി തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങും കൂടെ കൂട്ടി 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങും നമ്മുടെ ബാഗ് തയ്ക്കാനുള്ള തുണിയും കൂടെയാണ് നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്ന ഈ സെയിം സാരി തുണി തന്നെയാണ് ഞാൻ ഈ ബാഗിന് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 2 പീസ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിഫിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും. 2 പീസ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കും. അതിനാണ് നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാരിയിൽ നിന്നും. അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റിഫ് എടുക്കുക. സ്റ്റിഫ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തേപ്പൊട്ടി ചൂടാക്കി അത് തേച്ച് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ 2 പീസിലും ഒരേപോലെ തന്നെ സ്റ്റിഫ് എടുത്ത് വെക്കുക. ഇങ്ങനെ 2 നമ്മൾ സ്റ്റിഫ് വെച്ച് ആദ്യം തന്നെ ഒട്ടിച്ചുകൊണ്ട് വരണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കളർ തുണി 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ 8 ഇഞ്ച് വീതി 7 ഇഞ്ച് നീളത്തിൽ ഒരു ചെറിയ പീസ് സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് നമ്മൾ ഈ നീല കളർ തുണി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ് ആ തുണി. അപ്പോൾ സെയിം കളർ സാരി തുണി തന്നെ വന്നു കഴിയുമ്പോൾ ഒരു ബാഗിനൊരു ഭംഗിക്കുറവ് വരുമല്ലോ. അപ്പോൾ ഇച്ചിരി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വേറൊരു കളർ തുണി എടുത്തതാണ് കേട്ടോ. ഇതിലെല്ലാം സ്റ്റിഫ് ഒട്ടിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇതപ്പോൾ അങ്ങനെ സ്റ്റിഫ് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 പീസ് തുണിയിൽ നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ആ നീല കളർ തുണിയിൽ സ്റ്റിഫ് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു തുണി എടുക്കാം. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആണ് താഴെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ 3 വശവും നമുക്കതിൻ്റെ തയ്ക്കണം. നമ്മളിപ്പോൾ ഈ തയ്ക്കുന്ന പീസ് നമ്മൾ 8 ഇഞ്ച് വീതി 7 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് യു പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു യു പോലെയല്ല, ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു യു പോലെ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എനിക്കത് വീഡിയോ ഓൺ അല്ലായിരുന്നു. വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് പോയി. പിന്നെ അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഒന്നും അറിയാനില്ല. താഴ്വശം ചെറുതായിട്ടൊന്ന് യു പോലൊന്ന് വരച്ചു കൊടുത്താൽ അതിനുശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്തൂടെ ഒന്ന് നമുക്ക് 3 സൈഡ് പതിച്ചുകൂടെ തയ്ക്കണേ. അതിനുശേഷം ഞാൻ കുറച്ച് വെൽവെറ്റിൻ്റെ തുണി കിട്ടിയിട്ട് ഇതിന് മുമ്പ് ഞാനൊരു പൗച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് അവിടെ കിടന്നതാണ്. അപ്പോൾ ഞാനോടത്ത് നമ്മുടെ ബാഗിൻ്റെയൊക്കെ ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ ലേവലോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇച്ചിരി റെഡ് കളർ കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിഫിൽ ഒട്ടിച്ച തുണിയാണ് കേട്ടോ. അത് ഞാൻ ഈ ചെറിയൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് നടുക്ക് വെച്ച് ആ സ്ക്വയറായിട്ട് തന്നെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കളറും കൂടെ അതിൽ വന്നപ്പോഴത്തേനും അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അതിനുശേഷം ഇനി നമുക്കതൊന്ന് പതിച്ച് വയ്ക്കണം കേട്ടോ. ആ ഓപ്പൺ ആയിരുന്ന ഭാഗവും കൂടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സൈഡിൽ കൂടെ മേളിൽ കൂടെ നല്ല വശത്തോടെയാണ് കേട്ടോ പതിച്ച് തയ്ച്ച് പോകുന്നത്. പിന്നെ നമ്മുടെ ബാഗിനുള്ള വള്ളിയും കൂടെ ഞാൻ നീളത്തിൽ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. 20 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ആ നീല തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 8 ഇഞ്ച് നീളത്തിൽ ഒരു ചെറിയ വള്ളിയും കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 20 ഇഞ്ച് നീളത്തിൽ വള്ളി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാഗ് ചെറുതാണെങ്കിലും വള്ളിക്ക് നീളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാമെന്നുള്ള നീളത്തിലാണ് വള്ളി എടുത്തിരിക്കുന്നത്. വലിയവർക്ക് ഉപയോഗിക്കണമെങ്കിൽ വള്ളിയുടെ നീളം കൂട്ടുക കേട്ടോ.
അതിനുശേഷം നമ്മുടെ സ്റ്റിഫ് ഒട്ടിച്ച തുണി ഇതാ നേരെ നടുഭാഗത്തു നിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി നമ്മൾ ചോക്ക് കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 8 ഇഞ്ച് നീളത്തിൽ തയ്ച്ചെടുത്ത ആ കുഞ്ഞു വള്ളി രണ്ടായിട്ട് മടക്കിയിട്ട് ആ നടുക്ക് അടയാളം ചെയ്തതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ 20 ഇഞ്ച് നീളത്തിൽ തയ്ച്ചിരിക്കുന്ന ആ വള്ളി എടുത്തിട്ട് അതിൻ്റെ അപ്പുറമായിട്ട് വയ്ക്കുക. അതൊന്ന് തയ്ച്ച് പിടിപ്പിക്കുക. ആദ്യം നേരെ തയ്ച്ച് പിടിപ്പിക്കണം. നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത് കേട്ടോ. ആദ്യം നമുക്ക് ഈ വള്ളി ഒന്ന് തയ്ച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വള്ളി കറക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നീല തുണി എടുത്തിട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ ഒന്ന് ചോക്ക് കൊണ്ട് അടയാളം ചെയ്യുക. അതിനുശേഷം ഈ തുണിയും കറക്റ്റായിട്ട് ഇതുപോലെ ഒന്നും കൂടെ മടക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലൊന്ന് അടയാളം ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതിങ്ങനെ വയ്ക്കുക. അതിനി നീളത്തിലൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴെ ഇരിക്കുന്ന സെയിം അളവിലുള്ള ഒരു പീസ് ഇടണ്ടല്ലോ, അത് നേരെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് തയ്ക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ച് 2 പീസ് തുണിയായിട്ട് നമ്മൾ 3 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം അളവിൽ തന്നെയുള്ള നമ്മുടെ ലൈനിങ് എടുക്കുക. ആ ലൈനിങ് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് മേൽഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി 3 സൈഡും അങ്ങ് ക്ലോസ് ചെയ്യൽ, 2 സൈഡും ക്ലോസ് ചെയ്തിട്ട് താഴ്ഭാഗം കുറച്ച് ഓപ്പൺ ആക്കിയിടണം, മേൽഭാഗം ഫുള്ള് ഓപ്പൺ ആക്കിയിടണം. ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ബാഗെല്ലാം തയ്ച്ച് കഴിയുമ്പോൾ തയ്യൽ തുമ്പകത്താക്കിയിട്ട് തിരിച്ചെടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് അത്രയൊന്ന് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ മേൽഭാഗം ഫുള്ളായിട്ട് ഓപ്പണാണ്. അതിൻ്റെ താഴ്വശം ഇതാ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടേക്കാണ് കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടല്ലോ, കുറച്ച് ഭാഗം താഴെ ഓപ്പണാണ്, ഇതാ മേളിലും ഫുള്ളായിട്ട് ഓപ്പണാണ് അവിടെ. ഇനി നമ്മുടെ സ്റ്റിഫ് ഒട്ടിച്ച് നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ച് ഒന്ന് അളവ് ചെയ്യണം കേട്ടോ. സ്ക്വയർ പോലെ 2 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതി ഒന്ന് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അവിടെ സ്ക്വയറായിട്ട് വരച്ചിട്ട് അത് ഒരു സ്ഥലത്ത് അളവ് ചെയ്ത് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് അതേപോലെ തന്നെ അളവ് ചെയ്ത് അവിടെ കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങിലും ഈ സെയിം അളവ് തന്നെയാണ് നമ്മൾ അളവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്ത് കറക്റ്റായിട്ട് അളവ് ചെയ്ത് ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പീസ് അങ്ങ് വെച്ച് അളവ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ അപ്പോൾ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു, അടുത്ത സ്ഥലത്തും അതേപോലെ തന്നെ അത് വെച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങിലും ആ സെയിം താഴെ തന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് ആ ഒരു തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെയും താഴ്വശത്ത് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇതാ കുറച്ച് ഭാഗമായിട്ട് ഓപ്പണായിട്ട് കിടക്കുന്നില്ല, ആ ഭാഗമാണ് താഴ്വശം വരുന്നത്. അതിൻ്റെ ആ 2 സൈഡിലേക്ക് ഇതാ ആ ഒരു തുണ്ടെടുത്ത് വെച്ചിട്ട് അവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഇനി നമ്മുടെ ബാഗിൻ്റെ സ്റ്റിഫ് ഒട്ടിച്ച് ആ തുണി എടുക്കുക. അതിൻ്റെ വള്ളി ഉൾഭാഗത്ത് കിടക്കുകയാണ്, അപ്പോൾ നമ്മളത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു വള്ളി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തല്ലോ, ആ സ്ഥലത്തിൽ ഇതാ ഉള്ളിലേക്ക് ആ വള്ളി കൊണ്ടുവരിക. ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ വള്ളി കൊണ്ടുവന്നിട്ട് ഇതുപോലെ നടുക്ക് ഭാഗത്ത് ആ വള്ളി വെച്ചിട്ട് ഇതാ ആ 2 പീസ് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അവിടെ അങ്ങ് തയ്ച്ച് വെക്കുക. അതേപോലെ തന്നെ അടുത്ത സ്ഥലത്തും ആ വള്ളി ഇതാ സൈഡിൽ കൂടെ കൊണ്ടുവന്നത് ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ആ സ്ഥലത്തേക്ക് ഇതാ വള്ളി ഉള്ളിൽ കൂടെ എടുത്തിട്ട് അവിടെ അതുപോലെ തന്നെ തയ്ച്ച് വെക്കുക. പിന്നെ ലൈനിങ്ങിൻ്റെ നമ്മൾ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതും ഒന്ന് ഇതുപോലെ എടുത്തിട്ട് തയ്ക്കണം, 2 സൈഡും ഒന്ന് തയ്ക്കണം കേട്ടോ.
ബാഗിൻ്റെ വള്ളിയെല്ലാം നമ്മൾ താഴ്ഭാഗത്ത് പിടിപ്പിച്ച് പിന്നെ സ്ക്വയറായിട്ടോ കട്ട് ചെയ്തിടമൊക്കെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ബാഗ് ഇങ്ങനെ നല്ല വശമാക്കി തിരിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ലൈനിങ് എടുക്കണം കേട്ടോ. ലൈനിങ് തിരിച്ചെടുക്കണ്ട കേട്ടോ, നല്ല വശമാക്കണ്ട. ലൈനിങ് ചീത്ത വശത്തിൽ തന്നെ നമ്മുടെ ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം കേട്ടോ. ഇതാ നമ്മുടെ ബാഗ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആ ബാഗ് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് നല്ല വശമാക്കി എടുക്കല്ലേ, ലൈനിങ് ചീത്ത വശമാക്കി തന്നെ ഇടണേ. എന്നിട്ട് വേണം ഈ ബാഗ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ ബാഗിൻ്റെ മേൽഭാഗം വരുമല്ലോ, മേൽഭാഗം വരുന്നിടത്ത് ഈ ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഒരുപോലെ തന്നെ റൗണ്ടിലൊന്ന് തയ്ച്ച് വെക്കണം. ഇതാ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ തയ്ച്ച് വെക്കണം. ഇതിപ്പോൾ കാണിക്കുന്നുണ്ടോ, ഇതുപോലെ തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയൊന്ന് തയ്ച്ച് വെച്ചുകൊണ്ട് വരാം നമുക്ക്. നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ ബാഗ് റൗണ്ടിൽ തയ്ച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്വശം കുറച്ച് ഓപ്പൺ ആയിരുന്നല്ലോ, അതിലൂടെ നമ്മുടെ ബാഗ് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഉൾഭാഗത്തായിട്ടോട്ട് ലൈനിങ് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ആ പുറത്തോട്ട് ലൈനിങ്ങിൻ്റെ എടുത്ത ആ ഭാഗം കുറച്ച് ഓപ്പണാണ്, അത് ഇനി ഒരുപോലെ വെച്ചിട്ട് തയ്ച്ച് വയ്ക്കണം. അതിങ്ങനെ ഒരുപോലെ എടുത്ത് അവിടെ തയ്ച്ച് വെച്ചിട്ട് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനിങ് ആക്കി വെച്ചിട്ട് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തൂടെ ഇങ്ങനെ പുറത്തൂടെ എന്ന് വെച്ചാൽ ഓപ്പൺ വരുന്ന നല്ല വശത്തൂടെ പുറത്തൂടെ ഒന്ന് പതിച്ചൂടെ ഒന്ന് റൗണ്ടിൽ തയ്ക്കണം. അപ്പോൾ ലൈനിങ് ഉൾഭാഗത്ത് തന്നെ ആയിട്ട് കിടന്നോളൂ കേട്ടോ. ഇപ്പം നമ്മൾ അകത്തോട്ട് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതിച്ച് തയ്ക്കണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ മേൽഭാഗത്തൂടെ കേട്ടോ, നല്ല വശത്തൂടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ, കാണിക്കുന്നില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ റൗണ്ടിലൊന്ന് നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് റൗണ്ടിൽ തയ്ക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇത് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവിടെ സ്വെറ്റനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെൽക്രോ ഉണ്ടെങ്കിൽ അത് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാഗിൻ്റെ ഈ സൈഡ് ഭാഗം വരുന്നിടത്ത് ഞാൻ അവിടെയും കൂടെ ഓരോ പ്രസ് ബട്ടൺ പിടിപ്പിക്കാം കേട്ടോ. അവിടെയും കൂടെ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഞാൻ ആ കൈ വെച്ച് മടക്കി കാണിക്കുന്നുണ്ടോ, അവിടെയും കൂടെ ഓരോന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് പിടിപ്പിച്ച് കൊണ്ടുവരാം, അപ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പോഴേ ബാഗിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാനത് തയ്ച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെ വരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പിടിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗത്ത് പ്രസ് ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യാനുള്ളത്. പിന്നെ സൈഡ് ഭാഗത്ത് ഇത് കണ്ടോ, സൈഡ് ഭാഗത്ത് ഇങ്ങനെ വരും കേട്ടോ, പ്രസ് ബട്ടൺ പിടിപ്പിച്ച്. അത് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം, ഓപ്പൺ ചെയ്യുകയും എന്ത് വേണേലും ചെയ്യാം. കാരണം നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടുകയും ചെയ്യാം. നമ്മൾ ബാഗിൽ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ മേൽ ഭാഗം കൊണ്ട് ഒരു ഒതുക്കം വരും കേട്ടോ. ഇപ്പം ഞാൻ പ്രസ് ബട്ടൺ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ആ നോട്ട്ബുക്കൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരി വലിയൊരു ബുക്ക് വയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ബുക്ക് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗം കൊണ്ട് നമുക്കൊന്ന് പ്രസ് ബട്ടൺ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് അവിടെ ഒതുക്കം വരും. ഇങ്ങനെ നമുക്ക് വലുതാക്കണമെങ്കിൽ ആക്കുകയും ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനതിനകത്ത് കുറച്ച് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വള്ളി കുറച്ച് നീളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഇട്ട് കാണിക്കായിരുന്നു. അപ്പോൾ ഇതിന് വള്ളി നീളം കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്മോൾ ആയിട്ടുള്ള ബാഗ് നമുക്ക് തയ്ച്ചിട്ട് വള്ളിക്ക് നീളം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വലിയവർക്കും ഇതേപോലത്തെ ബാഗ് ഉപയോഗിക്കാൻ പറ്റും. അതല്ല ഇതുപോലത്തെ തന്നെ വലിയ ബാഗ് തയ്ക്കണമെങ്കിൽ നമ്മൾ ഇന്ന് അളവെടുത്തിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടി അളവെടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരൂടെ വലിയ ബാഗായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു സ്മോൾ ബാഗാണ്. ഇത് പ്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും.
പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കൊണ്ട് ഞാനിതൊന്ന് ഇടാൻ പറഞ്ഞ് ഇടിയിപ്പിച്ചു കേട്ടോ. അവളിതാ അതിടുകയാണ്. അവൾ മെലിഞ്ഞതായതുകൊണ്ട് അവൾക്ക് ഇട്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വള്ളിക്കൊരു കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് ബാക്ക് വശം കിടന്നേനെ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളെന്നോട് പറഞ്ഞു, മാമി നല്ല രസമുണ്ട് കേട്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പഴയ ഒരു സാരി തുണിയിൽ അടിപൊളിയായിട്ട് നമ്മൾ ബാഗ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും ഇതുപോലെ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് തയ്ച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.